ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ ഏറ്റവും അധികം മുന്നേറ്റം നടത്താൻ കഴിയുന്നത് വ്യോമസേനകൾക്കാണ്. ഇന്ത്യ കൃത്യമായിട്ട് വ്യോമസേനയെ ഉപയോഗിച്ച് മുന്നേറ്റം നടത്തിയപ്പോൾ പാകിസ്ഥാൻ അതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എയർഫോഴ്സിന് ഒട്ടാകെയുള്ള 27 എയർ ബേസുകളിൽ 12 എണ്ണവും ഇന്ത്യ തകർത്തു. മൊത്തം 27 എണ്ണം ഉണ്ടെങ്കിലും 19 എയർ ബേസുകളാണ് യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങാനും അതുപോലെ തന്നെ പറന്നുയരാനും ഒക്കെ കഴിയുന്നത്, അതായത് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഒക്കെ കഴിയുന്നതും. ഇതിൽ തന്നെ 12 എയർ ബേസുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ്. അപ്പം യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായെങ്കിൽ ഈ എയർ ബേസുകളിൽ നിന്നാണ് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമം വേണ്ടത്. അതായത് ഫ്ലൈയിങ് ബേസ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ 19 ഫ്ലൈയിങ് ബേസുകളിൽ 12 എണ്ണവും ഇന്ത്യയുടെ അതിർത്തിയിലായതുകൊണ്ട് തന്നെ ഇവയെ ഇന്ത്യ നേരത്തെ തന്നെ സ്കെച്ചിട്ടിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ നമ്മൾ ഈ എയർബേസിനെ തകർക്കണം. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മെയ് 10-ന് ആക്രമണം നടത്തിയ കൂട്ടത്തിൽ ഈ എയർബേസുകൾക്ക് നേരെയും പിന്നീട് ആക്രമണം നടത്തി. അതായത് 12 എയർബേസുകളുടെയും റൺവേ പൂർണ്ണമായിട്ടും തകർത്തു. അവിടുത്തെ സിഗ്നലിംഗ് സംവിധാനത്തെ ഇല്ലാതാക്കി, ഇലക്ട്രിക് സംവിധാനങ്ങൾക്ക് കേടുവരുത്തി. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ച് ഒരു ഓപ്പറേഷൻ നടത്താൻ പാകിസ്ഥാന് സാധിക്കാത്ത വിധത്തിൽ നമ്മളുടെ ഓപ്പറേഷൻ അവിടെ വിജയിച്ചു. അപ്പോൾ ഒരു വിമാനത്തിലും അവിടെ നിന്ന് പറന്ന് പൊങ്ങാൻ കഴിയുന്നില്ല. ഇനി അവശേഷിക്കുന്ന ഏതാണ്ട് 19 കഴിഞ്ഞാൽ പിന്നെ 8 എയർബേസുകളാണുള്ളത്. ഇത് ട്രെയിനിങ്ങിന് അതുപോലെ തന്നെ നോൺ ഫ്ലൈയിങ് ആവശ്യങ്ങൾക്ക്, സപ്പോർട്ടിങ്ങിന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എയർബേസുകളാണ്. ഇതൊഴിച്ച് മറ്റൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ഞെട്ടിച്ചു. ഇനി മറ്റൊന്ന്, പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ സംഭരിച്ചു വെക്കുന്ന കിർണ ഹിൽസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഇന്ത്യ ഒരു ആക്രമണം നടത്തി. അപ്പോൾ ഈ കിർണ ഹിൽസ് എന്ന് പറയുന്നത് 1980-കൾ മുതൽ തന്നെ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശമാണ്. അവിടെയാണ് ഇവർ ആദ്യമായിട്ട് ആണവ പരീക്ഷണത്തിനുള്ള കോപ്പ് കൂട്ടിയത്. ഇതിനുശേഷം ഈ ഭാഗത്ത് ഈ പ്രകൃതി നിർമ്മിതമായ കുന്നുകളുടെ പല ഭാഗങ്ങളിലായിട്ട് ഒന്നിലധികം കവാടങ്ങൾ നിർമ്മിച്ചു. മാത്രമല്ല ഇതിൻ്റെ അടിയിലേക്ക് ബങ്കറുകൾ നിർമ്മിച്ചു. ഇതൊക്കെ സാറ്റലൈറ്റ് ചിത്രത്തിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് ഈ ആക്രമണം തുടരുന്നതിനിടയിൽ ഇന്ത്യ 1-2 മിസൈൽ ഈ പറയുന്ന കിർണ കുന്നുകൾക്ക് സമീപത്തേക്ക് അയച്ചു. അതായത് ഈ കുന്നുകൾക്ക് മുന്നിലേക്ക് വീണ് ഇത് പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളും ഇന്ത്യ പുറത്തുവിട്ടു. നമുക്ക് വേണമെങ്കിൽ അവിടെ ആക്രമണം നടത്താമായിരുന്നു, പക്ഷേ നമ്മൾ ആക്രമണം നടത്തിയില്ല. എന്ന് പറഞ്ഞാൽ പാക് ആർമിയും ഭരണകൂടവും നമ്മളെ ഭീഷണിപ്പെടുത്തിയത് ആണവായുധം ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കും. 130-ലധികം ആണവായുധങ്ങൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പല ഭാഗങ്ങളിലായി വിന്യസിച്ചു. ഇതൊക്കെ പറയുമ്പോഴാണ് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയത്. അതായത് ഈ പോർ വിമാനങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് വരേണ്ട ആണവായുധങ്ങളാണ്. ഈ ആണവായുധങ്ങളുടെ വാർ ഹെഡുകൾ സൂക്ഷിച്ചിരിക്കുന്ന സംഭരണ കേന്ദ്രത്തിലേക്ക് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചു. ഒരുപക്ഷെ ഇറാനോ ഇറാഖോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പാലസ്തീനോ ഒന്നും സാധിക്കാത്ത ഒരു കാര്യമാണ് ഇന്ത്യ നടത്തിയത്. അതും രാജ്യാന്തര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മിസൈൽ വിക്ഷേപണമൊക്കെ നടത്തിയത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വ്യോമ മേഖലയിൽ ഒരു ആക്രമണം നടത്താൻ അവർക്ക് സാധിച്ചില്ല. ഏറ്റവും തന്ത്രപ്രധാനമായ സുക്കൂർ എന്ന് പറയുന്ന എയർബേസ് ഇത് നമ്മൾ തകർത്ത് കളഞ്ഞു. അതോടുകൂടി സിന്ധ് ബലൂചിസ്ഥാൻ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ആ മേഖലയിൽ സഹായവുമായി എത്തിക്കാനോ അവർക്ക് കഴിയില്ല. സിയാൽകോട്ട് എയർബേസ്, അതായത് ആക്രമണം ഉണ്ടായ ആദ്യ ദിവസം തന്നെ നമ്മൾ തകർത്തത് അതിർത്തിയോട് ചേർന്ന സിയാൽ എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ ജമ്മു അതുപോലെ പഞ്ചാബ് മേഖലയിലേക്ക് വലിയ അറ്റാക്ക് നടത്താനുള്ള അവസരമാണ് നമ്മൾ ഇല്ലാതാക്കിയത്. അടുത്ത മുറീദ് എയർബേസിലാണ് പരിശീലന വിമാനങ്ങൾ, പരിശീലന ക്യാമ്പുകൾ, മിസൈലുകളുടെ സംഭരണ കേന്ദ്രം ഇതെല്ലാം ഉണ്ടായിരുന്നത്. ഇതിനെ തകർത്ത് കളഞ്ഞു. അതായത് കാലങ്ങളായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന റഫീഖി എയർബേസും നമ്മൾ തകർത്തതോടുകൂടി പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ നട്ടെല്ല് ഏതാണ്ട് തകർന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ഏത് ഉള്ളറകളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. തിരിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും പാകിസ്ഥാന് വ്യോമ മേഖലയിൽ നടത്താൻ കഴിയില്ല എന്ന് നമ്മൾ ഉറപ്പാക്കി. കാരണം അവർക്ക് മുന്നറിയിപ്പ് ഒന്നും ലഭിക്കുന്നില്ല. റഡാർ സംവിധാനങ്ങളെ നിശ്ചലമാക്കി. നമ്മൾ എവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള സൂചന പോലും പാകിസ്ഥാൻ ലഭിക്കുന്നില്ല. അങ്ങനെ വ്യോമ മേഖലയെ കംപ്ലീറ്റ് നിലംപരിശാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാഹചര്യം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെടുന്നു. എന്നിട്ട് പറയുന്നു, നിവൃത്തിയില്ലാതെ വന്നാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും. കാരണം ഇസ്ലാമാബാദിലെയും റാവൽപിണ്ടിയിലെയും ആർമി ഹെഡ്ക്വാർട്ടേഴ്സുകൾക്ക് നേരെ പോലും ഇന്ത്യ ആക്രമണം നടത്താൻ സജ്ജമായി നിൽക്കുന്നു. കര വ്യോമ നാവിക സേനകൾ ഒരുപോലെ യുദ്ധസന്നദ്ധമായി നിന്നപ്പോഴാണ്
JD വാൻസും മാർക്കോ റൂബിയോയും ട്രംപും ഒക്കെ കൂടിയാലോചിച്ചിട്ട് പെട്ടെന്ന് യുദ്ധം നിർത്താനുള്ളൊരു തന്ത്രം ആലോചിച്ച് കൂട്ടിയത്. കാരണം പാകിസ്ഥാൻ പറഞ്ഞു, നിവർത്തിയില്ലാതെ വന്നാൽ ഞങ്ങൾ ആണവായുധം എടുത്ത് പ്രയോഗിക്കും. കാരണം ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു, വ്യോമയാന മേഖലയെ കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ അടിച്ച് തകർത്ത് കഴിഞ്ഞു, റൺവേകളെല്ലാം തകർന്നു, ഇനി ഞങ്ങൾക്ക് നിവർത്തിയില്ല. അതുകൊണ്ടാണ് JD വാൻസ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെടില്ല. പക്ഷെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് നിലപാട് മാറ്റുകയും യുദ്ധം അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ആർമി ഈ നടത്തിയ നടപടികളൊക്കെ തന്നെ അതിർത്തിയിൽ മാത്രമല്ല, പാകിസ്ഥാൻ്റെ റാവൽപിണ്ടിയിലെയും ഇസ്ലാമാബാദിൻ്റെയും ആസ്ഥാനത്തും ഉച്ചത്തിൽ പ്രതിധ്വനിച്ചു. ഇത് പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ അത്രയും ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ മുന്നേറ്റം നടത്തി എന്ന് പറഞ്ഞാൽ ആ ദൗത്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊഫഷണലിസത്തോടു കൂടി നമ്മൾ പൂർത്തീകരിച്ചു എന്നാണ് അർത്ഥം. സ്വാഭാവികമായും പാകിസ്ഥാൻ ചൈനയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒക്കെ പിന്തുണ നേടുകയും അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നിലനിർത്തേണ്ട ആവശ്യം ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. കാരണം പാക് ആർമിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ അവരുടെ ഒരു മന്ത്രി പറഞ്ഞിരുന്നു, ഞങ്ങൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള രാജ്യം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ട്രംപും ഒരു കള്ളക്കളി കളിച്ചു. അതാണ് പെട്ടെന്ന്, അതായത് നമ്മൾ ഏതാണ്ട് പാകിസ്ഥാന്റെ കുലം മുടിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു അവസരത്തിൽ യുദ്ധം നിർത്തിയത്. അതായത് അവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് ഓപ്പറേഷൻ, മിലിറ്ററി ഓപ്പറേഷൻ്റെ തലവൻ ഇന്ത്യൻ തലവനെ വിളിച്ചിട്ടാണ് ഞങ്ങൾ യുദ്ധം നിർത്താൻ തയ്യാറാണ്, നിങ്ങൾ സഹകരിക്കണമെന്നൊക്കെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഓക്കെ. മാത്രമല്ല അമേരിക്കയുടെ സമ്മർദ്ദവും ഉണ്ടായെന്ന് പറയപ്പെടുന്നു. പക്ഷേ അമേരിക്ക പറഞ്ഞിട്ടല്ല നമ്മൾ ഈ യുദ്ധം താൽക്കാലികമായി നിർത്തുന്നത്, വെടിനിർത്തലിന് സമ്മതിച്ചതെന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവകാശവാദം ഏറ്റെടുക്കാനായിട്ട് ട്രംപ് വരും. കാരണം ട്രംപിൻ്റെ ഒരു നിലപാട്, സ്വഭാവം അതാണ്. കാരണം എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം തനിക്കാണ്, താനാണ് ഇടപെട്ടതെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ്റെ നട്ടലൊടിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയത് കൊണ്ടാണ് അവർ ഇതിൽ നിന്ന് പിന്മാറിയത്. മാത്രമല്ല പാകിസ്ഥാൻ്റെ എയർ ബേസുകൾ ടാർഗറ്റ് ചെയ്ത് അടിച്ച് തകർത്തു എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് കാണിച്ചു കൊടുത്തു. കാരണം ആക്രമണത്തിന് മുമ്പ് ഇതായിരുന്നു എയർബേസ്, ആക്രമണത്തിന് ശേഷം എയർബേസിൻ്റെ ഘടന ഇതാണ്. തീവ്രവാദ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ, അപ്പം ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നിവരുടെ പരിശീലന കേന്ദ്രങ്ങൾ, ഭീകരവാദികൾ ഒളിച്ചു താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾ, ഇതെല്ലാം തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇന്ത്യൻ ആക്രമണം എന്ന് പറയുന്നത് വളരെ പ്ലാൻ ചെയ്തുള്ള ടാർഗറ്റ് അധിഷ്ഠിതമായ ആക്രമണങ്ങളായിരുന്നു. ഇത് ലോകം മനസ്സിലാക്കി. അതുകൊണ്ടാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ അപ്പുറത്തേക്ക് പാകിസ്ഥാനിലേക്ക് ചെന്ന് നമ്മൾ അറ്റാക്ക് നടത്തിയത്. ഇവിടെയാണ് അവർ പേടിച്ചത്. കാരണം ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് ഇപ്പോഴും നമ്മൾ പുറത്ത് പറഞ്ഞിട്ടില്ല. കരയിൽ നിന്നും കടലിൽ നിന്നും അതുപോലെ തന്നെ ആകാശത്ത് നിന്നും ഒരുപോലെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ഉപയോഗിക്കാൻ കഴിയും. ആ ബ്രഹ്മോസിനെ തകർക്കാൻ അവർക്ക് യാതൊരു സംവിധാനങ്ങളുമില്ല. കാരണം അത്തരം ഒരു പ്രതിരോധ സംവിധാനം ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല. നമ്മൾക്കാണെങ്കിൽ S-400 പോലെയുള്ള, ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് പാക് ആക്രമണത്തിൻ്റെ മുനകൾ പൂർണ്ണമായിട്ട് മുടിക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ മുംബൈ ആക്രമണമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് ചെന്ന് അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളെ ഒന്ന് നശിപ്പിക്കണമെന്ന്. ഒന്നും നടന്നില്ല. പക്ഷേ 2014 ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷാ സംഘങ്ങൾ നിലവിൽ വരുന്നു. ഇതോടുകൂടി നമ്മൾ 2016 ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പാകിസ്ഥാൻ വലിയ ആഘാതമായി. 2019 ബലാക്കോട്ടിൽ നമ്മളൊരു ആക്രമണം നടത്തി. പാകിസ്ഥാൻ ഞെട്ടി വിറച്ചു, ലോകം ഞെട്ടി. 2025 ആയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിലയിൽ വൻ ആക്രമണം നടത്തി. അതായത് പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ എന്ന് ലോകത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തി. ഒരു ചെറിയ ചൊറിച്ചിൽ നമുക്ക് നേരെ നടത്തിയാൽ കനത്ത ആഘാതം തിരിച്ചുണ്ടാകുമെന്ന് പാകിസ്ഥാനെ മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ IMFൻ്റെ 10,000 കോടി രൂപയുടെ വായ്പയൊക്കെ എടുത്ത് തൽക്കാലം സമ്പദ് വ്യവസ്ഥയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെ ഇനി ചെറു പ്രകോപനമെങ്കിലും ഉണ്ടായാൽ അത് യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കും. ഇനി സമാനം എന്ന് ഞങ്ങൾ പറയില്ല, ആ പ്രകോപനത്തെ യുദ്ധ വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയും തിരിച്ചടി നൽകുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഈ നീക്കം ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ആർമി വളരെ പ്രൊഫഷണലിസത്തോടുകൂടി, വളരെ സംയമനത്തോടുകൂടി കൃത്യമായ ആക്രമണമാണ് നടത്തിയത്. എയർബേസുകളെ കംപ്ലീറ്റ് തകർത്തു.
നടത്തിക്കൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാൻ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അസീം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപൻ മതത്തിൽ അധിഷ്ഠിതമായി ചില കാര്യങ്ങൾ പറഞ്ഞ് സൈനികരെ നിർബന്ധപൂർവ്വം യുദ്ധമേഖലയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതാണ് യുദ്ധം ആരംഭിച്ച ഉടൻ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫ് പിന്നോക്കം പോയത്. ഇതിൻ്റെ മറ്റൊരു കാര്യം, ഷെഹബാസ് ഷെരീഫിനോട് മുൻ പ്രധാനമന്ത്രിയും സഹോദരനുമായ നവാസ് ഷെരീഫ് പറഞ്ഞിരുന്നു, ഈ പറയുന്ന പട്ടാള അട്ടിമറിക്ക് മുമ്പുള്ള ഒരു നീക്കമാണ് അസീം മുനീർ നടത്തുന്നത്, അതുകൊണ്ട് അയാളെ വളരെ ശ്രദ്ധിക്കണം. എന്തായാലും അസീം മുനീറിനെതിരെ വലിയ വികാരം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇമ്രാൻഖാനെ പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടി വലിയ പ്രക്ഷോഭം നടത്തുന്നുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂജ് മേഖല സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇനി ഖൈബർ പഷ്തൂൺഖാ മേഖല, സിന്ധ് മേഖല, പഞ്ചാബ് മേഖല, ഇവിടെ വലിയ ആഭ്യന്തര കലാപമൊക്കെ ഉയർന്നു വരികയാണെങ്കിൽ പാകിസ്ഥാൻ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യ അടിച്ച അടി പാകിസ്ഥാൻ്റെ നെറുകം തലയ്ക്ക് കൊണ്ടു. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണ ജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഭക്ഷണത്തിന്, വെള്ളത്തിന്, മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ അത് പട്ടാളവുമായിട്ടുള്ള ഒരു കലാപത്തിലേക്ക് നീങ്ങും. അത്തരം ഒരു പ്രശ്നം വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നൊരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് ഇടപെടുന്നത് പ്രശ്നം രൂക്ഷമാകാതിരിക്കാനും വഷളാകാതിരിക്കാനുമാണ്. അസീം മുനീറിൻ്റെ പിന്തുണയിൽ വീണ്ടും ഭീകരവാദികൾ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണ ശ്രമമോ നടത്തിയാൽ നമ്മൾ അത് യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുകയും പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുമെന്ന് വാൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് തുടരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.